എന്താണ്ടാ ആ തലമുടിന്റെ കോലം ഒന്ന് നോക്ക്. ഇനി ആകെ കല്യാണത്തിന് 2-3 ദിവസം തന്നെ ഉള്ളൂ. ആ തലമുടി ഒന്ന് പോയി വെട്ടിയിട്ട് വാ. ഈ കോലം നോക്ക്. പൈസ തരി. ഇനിയിപ്പൊ അതിന് ഞാൻ തന്നെ പൈസ തരണ? ഇതാ നിങ്ങൾ കണക്ക് പറയാൻ തുടങ്ങിയാലേ പിന്നെ ഞാനും കണക്ക് പറയാൻ തുടങ്ങും. അവൾ ഈ വീട്ടിക്ക് മരുമകളായിട്ട് വരുന്നതേ 50 പവനും കൊണ്ടാണ്. 50 പവൻ. അതിൽ നിന്ന് ഒരു തരി നിനക്ക് തരില്ല. അതൊക്കെ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ പൈസ തരുന്നല്ലേ. എന്നാ 500 ഉലുവ. ഇവിടെ ബാക്കിയുള്ളവര് വായിട്ടടിച്ചിട്ട് 50 പവൻ എനിക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോ ഒക്കെ അവന്റെയാണ് ഇത്ര. കല്യാണം ഒന്ന് കഴിയട്ടെ, ഒക്കെ ഞാൻ വാങ്ങിയിട്ട് എന്റെ അൽമാറയിൽ വെക്കും. മുജീബേ, കല്യാണത്തിന് സ്വർണ്ണം കൊടുക്കണ്ടേ? നീ ഭാര്യനെയും കൂട്ടിയിട്ട് പോയിട്ട് എടുത്തിട്ട് വാ സ്വർണ്ണം. ഉമ്മ വരുന്നില്ല? അപ്പൊ നിങ്ങൾ പോയാ മതി. ഉമ്മ വരുന്ന പോയിട്ട് വരാ. ഇല്ലട മാനെ, ഞാനില്ല. ഞാൻ ഈ കൈ വെച്ചിട്ട് എന്തിനാണ്? നിങ്ങൾ രണ്ടുപേരും കൂടി പോയാൽ മതി. വേണമെങ്കിൽ റൂബിനെയും വിളിച്ചോ. അവൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എന്താ വെച്ചാലേ അവൾ എടുത്തോട്ടെ. അവളുടെ കല്യാണമല്ലേ, അവളല്ലേ ഇടുന്നത്. ശരി. ആരെങ്കിലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യോ? പാവം തന്നെ ഉമ്മയാളിയനും. എന്താ സ്നേഹമാണ് എന്നോട്. 25 പവൻ കൊടുത്തിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ നിൽക്കുവോ ആരെങ്കിലും? നീ എന്താ ഇവിടെ നിൽക്കാണ്? നീ പോയി റെഡിയാവും, നമുക്ക് സ്വർണ്ണം എടുക്കാൻ പോവാ. ഇതെന്താ കരിയേ? താത്ത കാരണമാണ് എനിക്കിപ്പോ ഇങ്ങനെ ഒരു ജീവിതം കിട്ടാൻ പോണത്. ശരിക്കും ഞാൻ താത്താന്റെ കുടുംബത്തിനോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. എന്ത് നല്ല ഉമ്മയാളിയാനുമാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത് തന്നെ നിങ്ങളായതുകൊണ്ടല്ലേ. ആരാ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുക? എന്താണ് ഇവിടെ? കേട്ടമ്മ റൂബി പറയണത്. ഇങ്ങനെയൊക്കെ ആരാ ചെയ്യാ? നിങ്ങളെ കൊണ്ടൊക്കെ കടപ്പെട്ടിരിക്കണമെന്നാണ് അവള് പറയുന്നത്. എന്താ കുട്ടിയെ, നിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ വേറെ കണ്ടിട്ടുണ്ടാ? അങ്ങനെയാണ് നീ ഞങ്ങളെ കാണുന്നത്? ഇതാ ഇപ്പൊ എന്റെ കൈക്ക് സുഖമില്ലാതെ പറഞ്ഞിട്ട് നീ എന്നെ വന്ന് നിന്ന് നോക്കണില്ലേ? ഒന്നുമില്ലെങ്കിൽ നീ എന്റെ മരുമകളുടെ അനിയത്തിയല്ലേ? നിന്റെ താത്തയല്ലേ അവള്? അവൾക്കും ഇല്ല നിന്റെ മേലെ ഉത്തരവാദിത്തങ്ങള്. നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട കടമ അവൾക്കും ഉണ്ട്. അങ്ങനെ കൂട്ടിയാൽ മതി. നീ കല്യാണം പണ്ട് കരിയേ? പോയിട്ട് റെഡിയാവ്, പോയിട്ട് സ്വർണ്ണം എടുത്തിട്ട് വാ. പോ. ഇനി നിന്ന് സംസാരിക്കാണ്ടേ, പോയിട്ട് സ്വർണ്ണം എടുത്തിട്ട് വാ. റെഡിയാവ്, സമയം കളയണ്ട. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്തൊരു കാണിച്ചു കൂട്ടലുകളാണ്. 25 പവനും പോയി. ഒക്കെ തള്ളാനെ പറഞ്ഞാൽ മതിയല്ലോ. വളം വെച്ച് കൊടുക്കാൻ ഒരു തള്ളയും. നീ പോണ്ട സ്വർണ്ണം കൊടുക്കാന് അവരുടെ കൂടെ? ഞാനൊന്നും ഇല്ല. അവരെന്നെ പൊയ്ക്കോട്ടെ. അവരുടെ കൂടെ പോകണ്ടാണ് ഇപ്പോ. എന്നാ വേണ്ട. നോക്കിയെന്ന്, ഇവിടെ എല്ലാരും സ്വർണ്ണം എടുക്കാൻ പോയിട്ടുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റല്ലേ? ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 25 പവന്റെ അസല് മുക്കുവാണ്ട. ആരും കണ്ടാ ഡൗട്ട് അടിക്കില്ല. ഞാനും എന്റെ കൂട്ടുകാരും കൂടി പോയിട്ടാണ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അവര് സ്വർണ്ണം എടുത്തിട്ട് വന്നിട്ടേ നീ വിളിക്കന്നെ. ഉമ്മതാ ബാത്റൂമിലാണ്. ഇപ്പൊ തന്നെ വരുമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞോളി. ആ ചെറുതും പോയിട്ടുണ്ട് കൂടെ. ഉമ്മ എന്നെ കൊണ്ടും പോകാൻ പറഞ്ഞു. ഞാനൊന്നും പോയില്ല. പിന്നെ ഇവന്റെ കൂടെ സ്വർണ്ണം എടുക്കാൻ പോകണ്ടാണ് എനിക്ക്. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ചൊറിഞ്ഞു വരുന്നുണ്ട്. പറ്റിയ ഇന്ന് തന്നെ ആ സ്വർണത്തിന് പകരേ അവിടെ മുക്കുവാണ്ട വെക്കണം. എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ 2 ദിവസമല്ലേ ഉള്ളൂ കല്യാണത്തിന്. ഇനി ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല. മനസ്സിലാകണ്ട? അത് ശരിയാണ്. എന്നാ പിന്നെ നിങ്ങൾ ഇന്ന് തന്നെ വരിയെന്ന്. എന്നാ പിന്നെ രാത്രി നമുക്ക് സ്വർണം മാറ്റാ. ഇനിയിപ്പോ കല്യാണത്തിന് അധികം സമയമില്ലല്ലോ. നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കുണ്ടാൻ വേണ്ടി ആക്കിയാലോ. പിന്നെ അത് നടക്കാണ്ട് പോകും. നിങ്ങൾ ഇന്ന് തന്നെ വരി. എന്നാ പിന്നെ എനിക്കൊരു ധൈര്യമായല്ലോ. എന്നാ പിന്നെ ഇന്ന് രാത്രി തന്നെ ഞാൻ അങ്ങോട്ട് വരാം. അല്ലാണ്ട് ഇപ്പൊ നിന്നെ ഏൽപ്പിച്ചാലേ പിന്നെ ഇത് കുളമാകും. ശരി. ഇക്ക വരും. സമാധാനത്തിൽ ഇന്ന് തന്നെ മാറ്റണം രാത്രി. ഷാന, സ്വർണ്ണമൊക്കെ നന്നായി ശ്രദ്ധിച്ചു വെക്കിട്ടാ. കല്യാണത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. ഒന്നും നഷ്ടമാകണ്ട. അമ്മ, ഞാൻ എടുത്തു വെക്കാം. ഇത് കൊണ്ടുപോയി ആരെങ്കിലും കാണുമോ? ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാം.
അയ്യ വേണ്ട, വല്ല പട്ടിയോ പൂച്ച എടുത്തിട്ട് പോയാലോ. ആ വാ റസിയ, ഇതാ നിന്റെ മാപ്പിള വന്നിരിക്കണു. വായിരിക്കി. ആ വരി. കഴിച്ചിട്ടാണ് വന്നത്. ഇവിടെ പത്തിരിയും കോഴി ഉണ്ടാക്കിയിട്ടുണ്ട്, എടുക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്. എന്നാ ഇതുകൊണ്ട് എടുത്തു വെക്ക്. എന്താണത്? ഇതെന്റെ കുറച്ച് ഡ്രസ്സാണമ്മ, പുതിയത്, കല്യാണത്തിനിടാനേ. കൊണ്ടെടുത്തു വെക്ക്. ഓ വരി. ഞാൻ എന്നാലേ ഡ്രസ്സ് മാറട്ടെ. ഇപ്പൊ പെട്ടെന്നെ ഉമ്മ ചോദിച്ചത് കണ്ട പെട്ടിയിലെന്താണെന്ന്. ഞാൻ ശരിക്കും പഠിച്ചു. ഞാനും ശരിക്കും പഠിച്ചു. ഉമ്മ ചോദിച്ചപ്പോ കയ്യോടെ പിടിച്ചെന്ന് വിചാരിച്ച്. ഇതൊക്കെ മുക്ക് കൊണ്ടുപോണെന്ന് സ്വർണം പോലെ തന്നെ ഉണ്ട്, പറയേയില്ല. ഇതിപ്പോ അവിടെ എടുത്തു വെക്കുക. എവിടെയെങ്കിലും വെക്കുമെന്ന് വേഗം. ഇന്ന് തന്നെ മാറ്റണം ടോളി, ഇല്ലെങ്കിൽ ഇത് റിസ്ക് ആണ്. ഇതിപ്പോ അവിടെ എടുത്തു വെക്കുക. കട്ടിലിന്റെ അടിയിൽ തന്നെ വെക്കാം. ഏത് റൂമിലാണ് സ്വർണം വെച്ചിരിക്കുന്നത്? ആ പണിക്കാരന്റെ റൂമിലാണ് വെച്ചിരിക്കുന്നത് സ്വർണം. ആ മറ്റേ പെണ്ണ് ഇവിടെ ഇല്ല, ആ ചെറുത് അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. കല്യാണത്തിന് ദിവസങ്ങളില്ലല്ലോ, അതുകൊണ്ട് അവൾ അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഉമ്മ പറഞ്ഞു സ്വർണം അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ സേഫ് അല്ല, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് പോകാന്. അതുകൊണ്ട് ഇവിടെ സ്വർണം വെച്ചിരിക്കുകയാണ്. ഉമ്മ തലേ ദിവസം മുമ്പ് കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് രാത്രി തന്നെ അതെടുത്ത് മാറ്റണം. അവനെവിടെ? നിന്റെ ആങ്ങളാ? അവൻ വന്നിട്ടില്ല. വാ, നോക്കിയാർന്ന് കൊണ്ടുവാ. മെല്ലെ മെല്ലെ വാ, വാങ്ങട്. വേഗം നടക്കാങ്ങട്. വെക്കട്ടെ അവിടെ. ആ വെക്കി. അങ്ങനെ അവളിപ്പോ കല്യാണത്തിന് സ്വർണ്ണം ഇടണ്ട. നടക്ക് നടക്ക്. ആ പെണ്ണ് നിന്റെ നോക്ക്. സൂറ, സൂറ. ഓ, നേരം വെളുക്കാത്ത മുമ്പിട്ടേ വിളി തുടങ്ങി. എന്താ അമ്മ? എന്താ ഇത്ര നേരമായിട്ടും ആരും എണിച്ചില്ലേ? ഒരു ഗ്ലാസ് കാപ്പി തരാൻ വേണ്ടിട്ടാണ്. ഒന്ന് എണിക്ക്. ഇന്നലെ കല്യാണം കഴിഞ്ഞതിന്റെ തിരക്കില് എനിക്ക് നല്ല ക്ഷീണം, അതാണ് ഇത്തിരി കടന്നത്. ഇത്തിരി കാപ്പി വെച്ചു കൊണ്ടാ, എന്നിട്ട് ഉറങ്ങിക്കോ. അവൾ എണിച്ചില്ലേ റൂബി? ഇല്ല, അവൾ എണിച്ചിട്ടില്ല. അവൾക്കും ഉണ്ടാവില്ലേ ക്ഷീണം? നേരം ഇത്രയായില്ലോ, ഇനി അവൾ എണിച്ചില്ലേ? ആ കുട്ടി ഈ വീട്ടിക്ക് പുതിയതായിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. ഈ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എണിച്ചു വരുമ്പോ വരട്ടെ, മെല്ലെ പറഞ്ഞ് മനസ്സിലാക്കാലോ. ആ, അതൊന്നും ഈ വീട്ടിൽ പറ്റില്ല, അതൊക്കെ അവളുടെ വീട്ടില്. ഞാൻ പോയി നോക്കട്ടെ. ഇത്ര നേരമായിട്ട് എണിക്കേണ്ട അവൾ എന്ത് കാട്ടുന്നവിടെ? ഒരു കുടുംബത്തേക്ക് വന്നാൽ ഇങ്ങനെയാണ് ചെയ്യുക, നേരം വെളുത്തിട്ട് എണിക്കാണ്ട്. ഷെഫീക്കേ, നേരം ഇത്രയായില്ലേ? നീ എണിക്കണമെങ്കിൽ ഞാൻ വന്ന് വിളിക്കണ? ഇതൊന്നും നിന്റെ വീട്ടിൽ പഠിപ്പിച്ചു വിട്ടിട്ടില്ലേ? ഇനി മുതലേ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നീയാണ് നോക്കേണ്ടത്. അതുകൊണ്ട് നേരത്തെ എണിച്ചിട്ട് വരണം. എന്ന് എനിക്ക് വന്ന് വിളിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ പോയിട്ട് ഉമ്മക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്ക്. അങ്ങനെ എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി വെച്ചോ.
വല്യമ്മ ഇതാ കാപ്പി. മോളൊന്നും വിചാരിക്കണ്ട കേട്ടാ, അവളുടെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണെന്ന് പറഞ്ഞിട്ടേ ആ പണിയെടുത്ത് എല്ലാ കാര്യങ്ങളും വിളമ്പാൻ നിൽക്കണ്ട. ഏത് കാര്യം? ബാക്കി സ്വർണത്തിന്റെ കാര്യം. ആ ബാക്കി സ്വർണം 25 പവനെ ആ പെങ്ങളുടെ ഭർത്താവ് തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാര്യം ഈ പണിയെടുത്ത് പറയാൻ നിൽക്കണ്ടാന്ന്. ഞാൻ എന്തിനാ സൂറ അതൊക്കെ പറയണത്? ആ പറയാണ്ടിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ നിങ്ങളെ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കും. ഇവളുടെ അടുത്തേക്കാണല്ലോ ഞാൻ ആ കുട്ടീനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത്. എന്തൊക്കെ കാട്ടിക്കൂട്ടോ. ആ പെണ്ണിനെ തല്ലിക്കൊല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, കടയിൽ പോയിട്ട് വാങ്ങിട്ട് വാ. എന്നാ ഞാനാ? നിനക്ക് പോയി എന്താണ്? പോയി വാങ്ങിട്ട് വാ പേടിയിൽ പോയിട്ട്. എന്നാ ഇത് എത്ര നേരം ഞാൻ നീട്ടി പിടിച്ചു കൊണ്ടിരിക്കണം? വാങ്ങ്. അതിൽ എഴുതിയിട്ടുണ്ട്, അതൊക്കെ വാങ്ങിയിട്ട് വാ. അതിൽ തേങ്ങ മാത്രം ഇട്ടിട്ടുണ്ട്, എഴുതിയിട്ടില്ല. അതും വാങ്ങിയിട്ട് വാ. എനിക്കിവിടുത്തെ കടകളൊന്നും അറിയില്ല. അങ്ങനെ തന്നെ റോട്ടിക്ക് ഇറങ്ങിയാൽ മതി, അവിടെ കടകൾ കാണും. അതൊന്ന് വാങ്ങിയിട്ട് വാ. അല്ലേ നോക്കി ഇക്ക, ഒന്ന് എണീക്കോ? എന്താണ്? ഉമ്മ ഇവിടെ പീടിക്ക് പോകാൻ പറയണു. എനിക്കിവിടുത്തെ കടകളൊന്നും അറിയില്ല. ഒന്ന് കൂടെ വരുവോ? അങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക. ഉമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചു കൊടുക്ക്. വെറുതെ ഇവിടെ വന്നിട്ട് ഓരോന്നും പറഞ്ഞിട്ട്. ഉമ്മ പറയുന്നത് കേട്ടാ മതി. ഇതമ്മ. പീടി പോയിട്ട് വന്നാ? എല്ലാ സാധനങ്ങളും കിട്ടിയാ? കിട്ടി. പോയിട്ട് കറിയും ചോറും ഉണ്ടാക്ക്. ഇന്നലെ കല്യാണ തിരക്കിലെ ഓടി നടന്നിട്ട് തലവേദന. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. നീ പോയിട്ട് കറിയും ചോറും ഉണ്ടാക്ക്. എന്നിട്ട് ആയിട്ട് വിളിക്കന്നെ. പറഞ്ഞാലൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. ഇതേപോലെ പോയില്ലെങ്കിലേ പിന്നെ പിടിച്ചാ കിട്ടൂല. കുട്ടിയെ, ഞാൻ എന്തെങ്കിലും സഹായിക്കണം നിന്നെ? എന്തെങ്കിലും മുറിക്കാനുണ്ടെങ്കിൽ കൊണ്ടാ, ഞാൻ മുറിച്ചു തരാം. വേണ്ട വല്യമ്മ, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. വല്യമ്മ വയ്ക്കോ, ഇതൊക്കെ എനിക്കറിയാം. താത്തയാണല്ലോ. താത്ത, അതാ ഉണ്ടാക്കാൻ പോണേ ഉള്ളൂ. അവിടെ എന്താണ്? ഉമ്മ എണീറ്റാ? ഉമ്മനോട് ചോദിച്ചെന്ന് പറയണം. താത്താക്ക് നല്ല ഭാഗ്യാണ് കേട്ടോ താത്ത. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നല്ലൊരു അമ്മായിമ്മനെയാണല്ലോ കിട്ടിയത്. ഇവിടത്തെ ഉമ്മയാ? ഇന്നലെയല്ലേ കല്യാണം കഴിഞ്ഞുള്ളൂ. ഇന്ന് തന്നെ രാവിലെ എന്നെ കൊണ്ട് പീടിക്ക് വിട്ടിട്ടുണ്ട് സെഞ്ചി തന്നിട്ട്. അപ്പൊ നിന്റെ ഭർത്താവ് അവിടെ ഇല്ലേ? ഒന്നും പറഞ്ഞില്ലേ? ഇക്ക അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഉമ്മ പറയണത് എന്താണോ അത് അതേപോലെ കേൾക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. മൂപ്പരും അങ്ങനെ തന്നെ, ഉമ്മ പറഞ്ഞത് മാത്രമേ കേൾക്കുള്ളൂ. വല്യമ്മ ഉണ്ട്, വല്യമ്മ പാവമാണ്. അതെ, നീ ഉമ്മാൻ്റെ അടുത്ത് ഇതൊന്നും പറയണ്ടാട്ടോ റൂബി. ഉമ്മ വിഷമിക്കും. ഉമ്മാൻ്റെ അടുത്തൊന്നും പറയേണ്ട കാര്യമില്ല താത്ത. ഇതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. എന്തായാലും കല്യാണം ഇന്നലെ കഴിഞ്ഞല്ലുള്ളൂ. പിറ്റേ ദിവസം തന്നെ അമ്മായിമ്മനെ തല്ലി എന്നുള്ള പേരുദോഷം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് മിണ്ടാണ്ട് അനുസരിക്കുന്നത്. ഏതുവരെ പോകും നോക്കട്ടെ. എന്റെ സ്വഭാവം അവർക്ക് അറിയില്ലല്ലോ. ശരി, താത്ത വെച്ചോ. താത്ത പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ശരി.